എക്സ്റ്റീരിയർ സ്പെയർ കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ് അല്ലേ. അപ്പം തീരുമാനമായത് പൊട്ടിപ്പോയൊക്കെ ലോക്ക് ഉണ്ടായിരുന്നു. ആ സംഭവം ആണെങ്കിൽ അത് എന്താ പറയുന്നത്, റിയർ ബ്രേക്ക് പാഡ് RTR എക്സ്റ്റീരിയർ ബ്രേക്ക് പാഡ് സ്റ്റോക്കില്ല. അങ്ങനെ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പരിപാടിയായിട്ട് ഇറങ്ങിയ നമ്മുടെ ഫ്രണ്ട് കാലിപ്പറിൻ്റെ ആ സ്പ്രിങ്ങും കാര്യങ്ങളും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ബ്രേക്ക് പാഡും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും സാധനം വാങ്ങിച്ചത് കുറച്ച് ടാസ്ക് ആയിട്ടാണെങ്കിൽ വാങ്ങിച്ച. അപ്പോൾ അത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടേ കാണിച്ചു തരാം, വർക്ക്ഷോപ്പ് എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് വേറെ രണ്ട് സാധനം കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫോഗ് ലൈറ്റ്സ് ആണ്. ഇതിനപ്പോൾ വാങ്ങിച്ചത് സ്കൈ ബോയ് എന്നുള്ളൊരു ഷോപ്പിംഗ് സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം പേജാണ് സംഭവം. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഈ സാധനം വാങ്ങിച്ചത്. ഇത് 2-3 മോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്ന വീഡിയോയും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സംഭവം എനിക്ക് കണ്ടിട്ട് HGH സംഭവമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ വേറൊരു നെഗറ്റീവ് എന്താണെന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഫ്രണ്ട് വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുന്നത്, നല്ല സൈസായിരിക്കും സംഭവം. കുറച്ച് വലിയ ഫോഗ് ലൈറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നോക്കിയിട്ട് നമുക്ക് നല്ല പർപ്പസ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വെച്ചേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇളക്കി മാറ്റേണ്ടി വരും. കാരണം ഇതിപ്പോൾ 4 ഹെഡ്ലൈറ്റ് ഇരിക്കുന്നതൊക്കെ തോന്നും കേട്ടോ. അത്രയ്ക്ക് വലിയ ഒരു എന്താ പറയുക ഫോഗ് ലൈറ്റ് ആണ്. പിന്നെ അതേപോലെ എനിക്ക് വേറൊരു സംഭവം ഞാൻ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജെൽ പ്ലേറ്റ്സ് ആണ്. സംഭവം ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇത് വാങ്ങിച്ചത് നമ്മളതാ റാലി എന്ന് പറയുന്ന റാലി പ്ലേറ്റ്സ് എന്നാണ് അവരെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. അതേപോലെ ഫോഗ് ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ള ജസ്റ്റ് ഒരു പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓൾറെഡി അൺബോക്സ് ചെയ്ത് നോക്കിയതാണ്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ സംഭവമാണ്, ഈ കീ ചെയിൻ. എൻ്റെ മോനെ സെയിം സാധനം സംഭവം. ഇതും ജെൽ പ്ലേറ്റിൻ്റെ എന്താ പറയുന്ന ആ മെറ്റീരിയൽ തന്നെയാണ്. ബേക്കിൽ അവരെ ബാഡ്ജിങ് ഉണ്ട്, റാലിയിൽ നിന്ന് ബാഡ്ജിങ് ഉണ്ട്. അതേപോലെ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുന്നത് ചെറിയ കീ ചെയിൻ. ഇത് ഭയങ്കര രസമാണ്. നമ്മുടെ മോജോയുടെ ബാഡ്ജിങ്, മഹീന്ദ്രയുടെ ലോഗോ എല്ലാം വെച്ചിട്ടുള്ള നൈസ് കീ ചെയിനാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റ് തുറന്ന് നോക്കാം. ആദ്യം തെർമോക്കോളാണ് വന്ന. ഇതാണ് അവരെ എന്താ പറയുന്നത് ബ്രോഷർ പോലത്തെ സെറ്റപ്പ്. ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ്. സെറ്റ് സാധനമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ലുക്കാണ്. ഞാൻ ബേക്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ലുക്ക് കേട്ടോ. പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് വെക്കത്തില്ല. അതിൻ്റെ ഫ്രണ്ട് ഇവിടെ കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്ന. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സംഭവം നേരിട്ട് കാണാനോ വേണ്ട, വണ്ടിയിലൊക്കെ വെച്ച് നോക്കിയാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് വെച്ച് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്. ഇത് ഞാൻ ചെയ്യിപ്പിച്ചാണ് നമ്മുടെ മഹീന്ദ്ര ലോഗോ, അതേപോലെ മോജോയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മേളിൽ അവിടെ റാലി എന്നുള്ള ബാഡ്ജിങ്, അവരെ ബാഡ്ജിങ് വെച്ചിട്ടുണ്ട്. സംഭവം നമുക്കിത് നമ്മളെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സംഭവം ഈ ഒരു എന്താ പറയുന്നത്, ഈ മേളിലും താഴെ ഈ ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ താഴെ മേലും വേണ്ട, ഒരു സൈഡ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് തരും. അതേപോലെ ഇത് രണ്ടും വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് തരും. നമ്മുടെ പേരും ID എല്ലാം വെച്ചിട്ട് ചെയ്തു തരും കേട്ടോ. സംഭവം ഇത് വെക്കുന്നതൊക്കെ ചേർത്ത് ഞാൻ ചെറിയൊരു വീഡിയോ ഫോഗ് ലൈറ്റ് വെക്കുന്ന കൂട്ടത്തിന് അത് ചെയ്തു തരാം. കാരണം ഇത് നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയിട്ടാണ് ഇത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടേ കൂടെ എന്താ പറയുക 3M ടേപ്പും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. 3M ടേപ്പ് മാത്രമേ ഇനി കാണിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട്, അതിനകത്ത് കാണിക്കുന്നില്ല. ഇനി തട്ടിയെടുക്കണം. വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. അതായിരിക്കുന്നത്. ഇതാണ് അവർ 3M ടേപ്പും കാര്യങ്ങളും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൊട്ടിച്ചാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. ഇതിപ്പോൾ എങ്ങനെ വെക്കുമെന്ന് ചോദിച്ചാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. ഒന്നെങ്കിൽ ഇതിന് മണ്ടയ്ക്ക് ഒട്ടിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലേറ്റോ കാര്യങ്ങളോ വെച്ചിട്ട് അതിൻ്റെ മണ്ട ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പം എന്തായാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. ഇതെല്ലാം അടുക്കി പറക്കി വെക്കട്ടെ. ഇപ്പോൾ സാധനങ്ങളെ കൊണ്ട് വെച്ച് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് അധികം നാളായിട്ട്, കുറച്ച് ദിവസമായി. ഏകദേശം എനിക്ക് തോന്നുന്നു എങ്ങനെയായാലും ഒരാഴ്ച അടുപ്പിച്ചാവും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടല്ലാതെ വണ്ടി ഓട്ടിക്കുന്ന പരിപാടി ഒന്നുമില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ബ്രേക്ക് ലിവർ ഊരി വെച്ചേക്കാണ്, കയറി പിടിക്കുകയായിരിക്കും. അത് ബാഗിലുണ്ട്. അതേപോലെ ബ്രേക്ക് പാഡും പിന്നെ ആ സ്പ്രിങ്ങും ആ ലോക്കും എല്ലാ കാര്യങ്ങളും ബാഗിൽ ഇട്ടൊക്കെയാണ്. ഇത് പോണ വഴിക്ക് ഇനി ഡിസ്ക് പിടിക്കില്ലോ എന്ന് അറിയത്തില്ല. അതിന് പിടിക്കുവാണെങ്കിൽ അതകത്തെ വേണ്ടി ചെറിയ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ആവുമായിരിക്കും. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നു കേട്ടോ. അതെന്തോ സൗണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടി എടുക്കാതിരുന്നിട്ട് എടുത്തതിൻ്റെ ആ ഒരു പമ്പിൻ്റെ സൗണ്ട് ആയിരിക്കണം. ഇപ്പോൾ സൗണ്ടില്ല. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ഒറ്റയടി തന്നെ സ്റ്റാർട്ടായി. ഓക്കെ, എന്താ കുറച്ച് നേരം നിർത്തിയിട്ട് പോവാം. ഓക്കെ, പോവാം. ഇപ്പോൾ വണ്ടി ഓട്ടിക്കുമ്പോൾ സീൻ എന്താണെന്ന് വെച്ചാൽ,
നമ്മളറിയാതെ ഈ ഫ്രണ്ട് ബ്രേക്ക് ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടെന്നുള്ള വിചാരിച്ചാൽ ചിലപ്പോൾ പിടിച്ചു കൊടുക്കുന്ന സംഭവം അടുത്ത് വേറെ വണ്ടിയും കാണും. അപ്പം പിടിക്കുമൊന്നുമില്ലല്ലോ, വണ്ടി നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് 2-3 പ്രാവശ്യം പിന്നെ അബദ്ധം പറ്റി. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെയാണ് ഒരു 50-ൻ്റെ അകത്തൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഇനി എങ്ങാനും വണ്ടി മുട്ടിയ അതിൻ്റെ ഇരട്ടിപ്പണിയാവും. വർക്ക്ഷോപ്പിൽ അവിടെ ചെല്ലുമ്പോൾ ആളില്ലെങ്കിൽ അതെന്തായാലും പണിയാണ്. പിന്നെ നാളെ നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് പാഡ് കുറേ സ്ഥലത്ത് തിരക്കി, ഒരു 3-4 ഷോറൂമിൽ തിരക്കിയപ്പോൾ ഒരു സ്ഥലത്തും നമ്മൾ എക്സ്റ്റീരിയർ ബ്രേക്ക് പാഡ് സ്റ്റോക്കില്ല. അങ്ങനെ പെട്ടിരിക്കുവാണല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ആമസോണിൽ കിടക്കുന്നത്. അത് കണ്ടായിരുന്നു, പക്ഷേ ഞാൻ വാങ്ങിച്ചതൊന്നുമില്ല. അങ്ങനെ 2-3 പേര് തിരക്കിയ സമയത്താണ് ഇത് കൊള്ളാം, ഇതിന് പകരം ഇടാൻ പറ്റും, എക്സ്റ്റീരിയർ സ്യൂട്ടാവും എന്നൊക്കെ അറിഞ്ഞത്. നമ്മുടെ ഈ ജേജുവാൻ്റെ കാലിപ്പർ ആയതുകൊണ്ട് വേറൊരു വണ്ടിയിലും ആ കാലിപ്പർ വരാത്തതുകൊണ്ടും നമുക്ക് ഈ സാധനം വേറെ വാങ്ങിച്ചിടത്തൊന്നുമില്ല. അപ്പോൾ മോജോ തന്നെ വേണം എന്തായാലും. അപ്പോൾ സാധനം ഒഴിച്ചൊരു സ്റ്റോക്കും ഇല്ല. അങ്ങനെ പെട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ആമസോണിൽ സംഭവം കണ്ട. അങ്ങനെ അത് വാങ്ങിച്ചു. അതേപോലെ ഇതിൻ്റെ ആ കാലിപ്പറിൻ്റെ പൊട്ടിപ്പോയ ലോക്ക് എല്ലാ സ്ഥലത്തും തിരക്കി, അത് ഒരു സ്ഥലത്തും സ്റ്റോക്കില്ല. അങ്ങനെ അത് വേറൊരു ഇരട്ടിപ്പണിയായിരുന്നു. അതേപോലെ ഇതിനകത്ത് നമ്മളൊരു പൊട്ടിപ്പോയൊക്കെ ഒരു ലോക്ക് ഉണ്ടായിരുന്നു. ആ സംഭവമാണെങ്കിൽ അത് എല്ലാ ഷോറൂമിലും വിളിച്ചു. എല്ലാ ഷോറൂമെന്ന് വെച്ചാൽ ഞാൻ കണക്ട് ചെയ്ത് വിളിച്ചായിരുന്നു, തിരക്കി അല്ലാതെയൊക്കെ തിരക്കി നോക്കിയായിരുന്നു. സംഭവം ഒരു സ്ഥലത്ത് സ്റ്റോക്കില്ല. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. വണ്ടിയിൽ ഇപ്പോഴൊന്നും ഇറക്കത്തില്ല. പെട്ടെന്ന് വിചാരിച്ച സമയമാണ്. അപ്പോഴാണ് ഞാൻ വണ്ടി കൊടുക്കാനൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നത്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ എല്ലാ ഷോറൂമിലേക്ക് വിളിച്ചിരിക്കുന്ന സമയത്ത് സാധനം ഒരു സ്ഥലത്തും സ്റ്റോക്കില്ല. അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് പിന്നെ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചിരുന്ന കുറച്ച് പേര് പറഞ്ഞായിരുന്നു. കാലിക്കറ്റ് ഷോറൂമിൽ അവസാനം ഒന്ന് വിളിച്ചു നോക്കി. അപ്പം അവിടെ ആദ്യം സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ ചെക്ക് ചെയ്ത സമയത്ത് എന്തോ 1-2 സ്റ്റോക്ക് ഉണ്ടോയെന്ന് പറഞ്ഞു. അപ്പം വേറെ ഷോറൂമിൽ വിളിച്ച സമയത്ത് വേറെ ഷോറൂമിൽ ഇതേ സമയത്ത് ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ അവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഓർഡർ ചെയ്യാനൊക്കെ സമയത്ത് അവനെ ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഒന്നുകൂടെ വിളിച്ച സമയത്ത് സാധനം പോയി, വേറെ ആരും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാലിക്കറ്റ് ഷോറൂമിൽ ഒന്നുകൂടെ കണക്ട് ചെയ്ത സമയത്ത് സാധനം ഉണ്ട്, 1-2 സ്റ്റോക്കുണ്ട്, എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പേയ്മെൻറ്റൊക്കെ ഒപ്പിച്ച് എവിടെ നിന്നൊക്കെ മറിച്ചൊക്കെ അയച്ചു കൊടുത്ത് അവർ സാധനം കൊറിയർ ചെയ്തു. അപ്പോൾ ഇതാണ് സംഭവം. ഈ സ്പെയർ കിട്ടാൻ കുറച്ചൊന്ന് ടാസ്ക്കാണ്. എനിക്ക് തോന്നുന്നു ഇനി ഏത് എക്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, അത് എല്ലാത്തിനും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് നമ്മളെ വർക്ക്ഷോപ്പിലെ പുള്ളിയുടെ വീട്. അപ്പോൾ ഇത്രയും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സംഭവം 2 സ്പെയറും കിട്ടിയത് തന്നെ. അപ്പോൾ ഒറിജിനൽ ബ്രേക്ക് പാഡല്ല അപ്പോൾ കിട്ടിയത്, അത് ആമസോൺ വഴി വാങ്ങിച്ചാണ്. വലിയ ലൈഫൊന്നും ഇല്ലെന്നൊക്കെയാണ് തിരക്കി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ തൽക്കാലം വണ്ടി ഇറങ്ങണമെങ്കിൽ അതുണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇറക്കാം. ഹായ് പൈസ പുള്ളി ഉണ്ട് കേട്ടോ. സംഭവം ഇത് ഫുൾ അലങ്കി ആയതുകൊണ്ട് അലങ്കി സെറ്റിൽ നമ്മുടെ ഇതിന് സ്യൂട്ടാണ്, വലിയ അലങ്കിയാണ് കേട്ടോ അവിടെ വരുന്നത്. അതിന് സ്യൂട്ടാണ് ഉണ്ടോ എന്ന് നോക്കണം. അത് നോക്കാൻ വേണ്ടി പോയിക്കുകയാണ്. ഇപ്പം ഞാൻ വാങ്ങിച്ച സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബ്രേക്ക് ലിവർ. അതേപോലെ ഇതാണ് നമ്മുടെ സ്പ്രിങ് കേട്ടോ, ലോക്ക് എന്ന് പറഞ്ഞ സാധനം. ഇത് 2ആയിട്ട് പൊട്ടിപ്പോണ. ഇത് എനിക്ക് തോന്നുന്നു ഇവിടം വെച്ചാണ്ട് പൊട്ടിപ്പോണ അതൊന്ന്. പിന്നെ ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്. ഇത് ഏകദേശം 700 റേറ്റ് വരും. നമ്മുടെ ഫ്രണ്ടും ബാക്കും കൂടെ കേട്ടോ 700 റേറ്റ് വരുന്ന. എനിക്കറിയുന്ന ബ്രാൻഡിൻ്റെ ആണ്. എന്താ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും സംഭവം നമ്മുടെ കൊച്ചി വെച്ചാണ് സംഭവം ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, പക്ഷെ അത് പുള്ളിക്കാരൻ ഇട്ടില്ല. പിന്നെ ഇടാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴാണ് എൻ്റെ ബ്രേക്ക് പാഡും പോയത്. അപ്പോൾ എന്തായാലും ഞാൻ ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഫ്രണ്ടും ബാക്കും കൂടെയാണ് നമുക്ക് 700 സംതിങ് റേറ്റ് വരുന്നത്. ആമസോണിൽ സംഭവം അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നമ്മുടെ ഈ ബെൻഡ്വീപ്പിൻ്റെ ഇവിടെ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അതിന് ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. സൈലൻസർ കോട്ടിംഗ് ആണ് സംഭവം. നമ്മുടെ വിസ്ത ഓട്ടോ കെയറിൻ്റെ സൈലൻസർ കോട്ടിംഗ് ആണ് സംഭവം. അതടിച്ചിട്ട് ഏകദേശം ഒരു എങ്ങനെയായാലും ഒരു 100-300 കിലോമീറ്റർ ഓടി കാണും. ഇപ്പോഴും ഇളകി പോയിട്ടൊന്നുമില്ല. സംഭവം കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. വയസ്സപ്പോൾ ഇതാ നമ്മുടെ ഇത് ഊരാണ് കേട്ടോ. സംഭവം ഷോറൂമിൽ കാണിച്ചപ്പോൾ ഒരു പാഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓടിയത്. അല്ലെങ്കിൽ ഞാൻ പാഡ് വാങ്ങിച്ചിട്ടന അന്ന് എടുത്ത് പാഡ് വാങ്ങിച്ചിട്ടാൻ പറഞ്ഞാണ്. അപ്പോൾ കുഴപ്പമില്ല, ഓടുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ ഓടിയത് കേട്ടോ. ഇത്ര നാളെ തന്നെ ഏകദേശം 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ കയറി പിടിച്ച്. എന്തായാലും നോക്കാം എന്താണ് അവസ്ഥയെന്ന് ഇപ്പോൾ നോക്കാൻ പറയാം. ആ കാലിപ്പർ മാറ്റുന്നതല്ലേ തീർന്നാടെ പാഡ് തന്നല്ലേ.
ആയസം ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്. സംഭവം അത്യാവശ്യം ഫുള്ള് ഇത് കഴിഞ്ഞല്ലേ അപ്പം തീരുമാനമായത്. പിന്നെ നമ്മളെ പൊട്ടിയ ലോക്കും കാര്യങ്ങളൊക്കെ എവിടേക്ക് തെറിച്ചു പോയി. ഇപ്പോൾ നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ് കേട്ടോ. ഇത് നമ്മളെ റിയർ ബ്രേക്ക് പാഡാണ്. ഇത് നമുക്ക് എന്താ പറയുന്നത്, റിയർ ബ്രേക്ക് പാഡ് RTRലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തിരക്കുന്ന സമയത്ത് അറിഞ്ഞത് എഫ്സെഡ് 250 ബ്രേക്ക് പാഡൊക്കെ ഇത് സ്യൂട്ടാവുമെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മുടെ മോജോയുടെ ബേക്കിൽ സ്യൂട്ടാവും കേട്ടോ. എന്നാണ് അറിഞ്ഞ സംഭവം. കറക്റ്റ് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയാം. RTRലിന് കറക്റ്റ് അറിയാം, എഫ്സെഡിന് അറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിസ്റ്റൺ കൂടുതൽ ടൈറ്റ് ഉണ്ടല്ലേ, ചെറിയ ടൈറ്റ് ഉണ്ടെന്നാണ് സംഭവം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ മാറിയിട്ട് തിരിച്ച് കാലിപ്പർ അതേപോലെ ഫിക്സ് ചെയ്യാം കേട്ടോ. ഫിക്സ് ചെയ്യുക കുറച്ച് പാടായിരിക്കും. കാര്യം ചെറിയൊരു ഡിസ്ക് വെൻ്റ് കിടക്കുന്നതുകൊണ്ട് ഇനി വേറെ പിടുത്തം വരവില്ലയെന്ന് അറിയത്തില്ല. അതിന് വണ്ടി ഓടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാലിഫറും കാര്യങ്ങളൊക്കെ അതേപോലെ ഫിക്സ് ചെയ്ത് ഇപ്പം പുള്ളിക്കാരുടെ പേര് സജഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ കാലിഫർ മാത്രം മാറ്റി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് നമ്മളുടെ ഡ്യൂക്കിൻ്റെയോ ഡൊമിനാറിൻ്റെയോ ഏതെങ്കിലും കാലിഫർ മാത്രം മാറ്റി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ പ്രാക്ടിക്കൽ എന്നാണ് സംഭവം. ഇതേപോലത്തെ ഡിലേയും കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് സാധനങ്ങൾ അപ്പോൾ കിട്ടും. ഷോറൂംസ് അടുത്തടുത്തുണ്ട്. അപ്പോൾ അത് ആ ഒരു കാര്യം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ നൈസാവുന്നത്. ഇതായാലും നമുക്ക് നോക്കാം. നൈസപ്പോൾ നമ്മുടെ ബ്രേക്ക് ലിവറും കാര്യങ്ങളൊക്കെ വെച്ച് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഇപ്പം ബ്രേക്ക് പാഡ് ഇട്ടതിന് ശേഷമുള്ള സീൻ എന്താണെന്ന് വെച്ചാൽ സംഭവം ആ ഡിസ്ക് ബെൻറ്റിൻ്റെ അവിടെ നല്ല പിടുത്തം ഇവിടെ നമുക്ക് അറിയാറുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റുമത്. ഇതാ ചെറിയ തൊട്ടെടുത്താൽ മതി, പക്ഷേ ഡിസ്ക് ബെൻറ്റ് നല്ലത് അറിയാം. ആ ഡിസ്കും കൂടെ ഒന്ന് മാറിയാൽ വണ്ടി ഫ്രണ്ട് ഫുള്ള് കണ്ടീഷനാവും. ഡിസ്ക് മാറണം എന്തായാലും ഉടനെ തന്നെ. അതിന് കുറച്ച് പൈസ ആവും. അത് നമുക്ക് എന്തായാലും നോക്കാം. പൈസ ആണ സമയത്ത് മാറാം. ബ്രേക്ക് ലിവർ ആണെങ്കിൽ ഇങ്ങനെ വിട്ട് ഇങ്ങനെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയാൻ വയ്യ സംഭവം. എനിക്ക് പിടിക്കുമ്പോൾ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഡിസ്ക് ബെൻറ്റുള്ള ഭാഗത്തുമ്പോൾ ഇങ്ങനെ മേലോട്ട് എറി പിടിച്ച് ഇങ്ങനെ ആവുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് പാഡ് നോക്കി, അത് കുഴപ്പമില്ല, അത് മാറാറായിട്ടില്ല. അത് അത്യാവശ്യം ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിവിടെ നിന്ന് തിരിച്ചു പോകാം. നമ്മൾ റിയർ ബ്രേക്ക് പാഡ് മാറാറായിട്ടില്ല സംഭവം. അത് കുറച്ചുകൂടെ ഉണ്ട്. കുറച്ചുകൂടെ നല്ല, അത് തീരാറായിട്ടില്ല. അത് ഓടോന്നാണ് പറഞ്ഞത്. അതിപ്പോൾ നോക്കി ഇനി അതും പണിയാവാതിരിക്കാൻ വേണ്ടി അത് നോക്കിയായിരുന്നു. അപ്പോൾ അത് ഓടോന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറി കിട്ടി. ഇപ്പോഴാണ് സമാധാനമായത്. ഒരാഴ്ചയുടെ വണ്ടി എടുക്കാതിരുന്നപ്പം ആ ഇതായിരുന്നു. ഇപ്പോൾ വണ്ടി ഓട്ടിക്കാൻ പ്രത്യേക വേറൊരു ഫീലാണ് കേട്ടോ. വണ്ടി കുറേ നാൾ ഓട്ടിക്കുമ്പോൾ ഞാൻ ഡിസ്ക് വെൻറ്റിൻ്റെ അത് അറിയാറുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മാറി പറ്റുള്ളൂ. വേറൊന്നും ചെയ്യത്തില്ല. ഭയങ്കര നൈസ് ചെറിയ ഡിസ്ക് വെൻറ്റാണ്. പക്ഷേ അത് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ആ ഒരു ഫീഡ്ബാക്കിൽ അത് നല്ലപോലെ ബാധിക്കുന്നുണ്ട്. അപ്പം എന്തായാലും സെറ്റായി. കയറണോ ഇത്രേ ഉള്ളൂ. ചെയിൻ ലൂസാണോ? ടൈറ്റ് ആവും. ഓക്കെ. പിന്നെ ക്ലച്ച് അറ്റത്താണെന്ന് നോക്കണം. ആണോ? അഡ്ജസ്റ്റ് ചെയ്യണ്ട. താഴെ ഉണ്ടോ? അവിടെ ഇല്ലെങ്കിൽ ഉണ്ട്. മാറാറായ അത് ക്ലച്ചിൻ്റെ കാര്യം പിടുത്തൊന്നുമില്ല. ഓഹോ ഓക്കെ. ഏതാണ്? അതുണ്ട്. പിടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ബെൻറ്റിൻ്റെ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ തന്നെയല്ലേ? ഞാൻ വിചാരിച്ചത് അഴുക്കായി കിടക്കണത് അതിനകത്ത്. ഓ
ഗൈസ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മാറിയ സാധനങ്ങളൊക്കെ. നമുക്ക് പണിഞ്ഞ് തന്നത് പുള്ളിക്കാരനാണ്. പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ മനീഷല്ലേ, അർജുൻ. ഞാൻ അവിടെ തിരികെ മനീഷ് എന്നൊക്കെയാണ് പറഞ്ഞത്, അർജുൻ എന്നാണ്. പുള്ളിയുടെ ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങൾ താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. അത്യാവശ്യം പണിയും കാര്യങ്ങളും ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ നമ്മൾ NS എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് ഇൻസ്റ്റഗ്രാം മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മളെ പണി എന്തായാലും കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോകാം. സമാധാനമായി സംഭവം. നമ്മളെ വർക്ക് എല്ലാം കഴിഞ്ഞ് ഒരാശ്വാസമായി. ഞാൻ ഈ നോക്കിയ സമയത്ത് ഇതിൻ്റെ അകത്ത് ചെളി കണക്കൊക്കെ തോന്നി. അതും ചെളിയെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു അഴുക്കണക്കൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഊരി കാണിച്ചപ്പം അതാണ് ഞാൻ ഇതിനകത്ത് ഷോട്ട് കാണിച്ചിരുന്നത്. സംഭവം ഊരി കാണിച്ചപ്പോൾ അത് നോർമലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു സമാധാനമായി. പിന്നെ അതേപോലെ 2 ബ്രേക്കിൽ വേണം താക്കണമായിരുന്നു, അത് താത്തു. ക്ലച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ബ്രേക്ക് പാഡ് മാറി. മൊത്തത്തിൽ ഇപ്പോൾ ഒരു എന്താ പറയുന്ന ആശ്വാസമായി. ഇനിയിപ്പോൾ വണ്ടി കുറച്ചാൾ നല്ലപോലെ ഓട്ടിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് XT എടുക്കണം, ബ്രോയുടെ വണ്ടി പോലത്തെ XT എടുക്കണം, അങ്ങനെ പോലെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലായിടത്തും പറയാനുള്ളതെന്ന് വെച്ചാൽ XTയുടെ സ്പെയർ കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുന്ന സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എടുക്കാവൂ. എനിക്ക് എപ്പോഴും എന്താ പറയുന്ന ഈ അത്യാവശ്യ ഘട്ടത്തിലേക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് ആ മടുപ്പ് ഒന്നു വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നത്. പിന്നെ ഇപ്പോൾ സാധനം കിട്ടിയോണ്ട് ആ മൈൻഡൊക്കെ മാറി. അല്ലെങ്കിൽ എന്തായാലും ഞാൻ എന്താ പറയുന്ന വണ്ടി കൊടുക്കാനുള്ള സെറ്റപ്പിൽ തന്നെയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നതിന് ആ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. സ്പെയർ കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ്. ഇപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ വണ്ടിയിലേക്കൊക്കെ സ്പെയറൊക്കെ ഇതിനകത്ത് സ്യൂട്ടാവും, മാറ്റിയിടാൻ പറ്റും, അങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വണ്ടി XTയിൽ എല്ലാം ഒന്നും അങ്ങനെ പറ്റത്തില്ല. ഈ ബ്രേക്ക് പാഡൊക്കെ എന്ന് വെച്ചാൽ ടാസ്ക്കാണ്. മറ്റേതാണെങ്കിൽ വൈബ്രേറ്റ് കാലിപ്പേഴ്സ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേറെ വണ്ടിയിലേക്ക് സ്യൂട്ടാകുമെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയാൻ വയ്യ. അപ്പം അത് കുറച്ച് ചീപ്പുമാണ്. ആ BS6 വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ എന്താ പറയുന്ന പൈസ കുറവാണ് ഈ XTയെ സംബന്ധിച്ച് നോക്കുമ്പം. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളത് പറയാനുള്ളത്. സംഭവം എനിക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ സംഭവം എന്ന്. പിന്നെ അതേപോലെ തന്നെ ആദ്യം കാണിച്ചത് നമ്മളെ ജെൽ പ്ലേറ്റ്, അതേപോലെ നമ്മളെ ഫോഗ് ലൈറ്റ്, അവർ 2 ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. സ്കൈബോയ് ഷോപ്പ് എന്നാണ് ആ ഫോഗ് ലൈറ്റ് അയച്ചു തന്നൊരു പേര്. അതേപോലെ നമ്മൾ ജെൽ പ്ലേറ്റ് അയച്ചു തന്ന അവരുടെ പേരെന്ന് പറയുന്നത് റാലി പ്ലേറ്റ്സ് എന്നാണ്. 2 ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല കിട്ടില്ല 2 പേജാണ്. നമ്മളെ സ്കൈബോയ് ഷോപ്പിലാണെങ്കിൽ നമ്മൾ മോജോയുടെ അക്സറീസൊക്കെ കുറേ ഉണ്ട്. ഞാൻ വേറെ എന്താ പറയുന്ന വേറെ സൈറ്റിലും അതേപോലെ വേറെ ഒന്നിലും കാണാത്ത കുറച്ച് അക്സറീസ്, മോജോയ്ക്ക് പറ്റുന്ന കുറച്ച് ക്ലാംസ്, ഫോഗ് ലൈറ്റ് വയ്ക്കാനുള്ള ക്ലാമ്പുകൾ, പല സാധനങ്ങൾ അവർ സൈറ്റുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കൊണ്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അവരുടെ പേജിൽ കയറി നോക്കിയാൽ അവരുടെ ഡെമോ വീഡിയോയും അതേപോലെ സാധനത്തിൻ്റെ പ്രൈസും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാധനത്തെ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക, അവർ നിങ്ങൾക്ക് DM ചെയ്യും കേട്ടോ. അപ്പോൾ നൈസൊരു പേജാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആ ജെൽ പ്ലേറ്റ്സിൻ്റെ പേജും. അത് 2 പൊളിയാണ് കേട്ടോ. ആ ജെൽ പ്ലേറ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബേക്കിലത്തെ പ്ലേറ്റും അതേപോലെ നമ്മുടെ ഈ കീ ചെയിനുമാണ്. അത് ഞാൻ എന്തായാലും വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും വെക്കാൻ സമയമില്ല, അത് എല്ലാം ഇളക്കി കുറച്ച് ടാസ്ക്കാണ്. ഞാൻ എന്തായാലും വെച്ച് കാണിച്ചു തരാം. നമ്മുടെ ഫോഗ് ലൈറ്റ് വെക്കുന്ന വീഡിയോയിൽ ഞാൻ ജെൽ പ്ലേറ്റ് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ.